ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ലാസ്റ്റ് ഉണ്ടാക്കിയ ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതായത് നല്ല സോഫ്റ്റ് നെയ്പ്പത്തൽ, അതും കാസർഗോഡിൻ്റെ സ്വന്തം. ബീഫ് കറിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. എല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്ത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അതിനായി പുഴുങ്ങലരി 1 കപ്പ്, അതായത് ചോറുണ്ടാക്കുന്ന അരി, നല്ല തിളച്ച വെള്ളത്തിലിട്ട് അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും അടച്ചു വെച്ച് കുതിരാൻ വെക്കാം. കൂടെ 1 കപ്പ് പച്ചരി സാദാ വെള്ളത്തിലും കുതിരാൻ വെക്കാം. കുതിർന്നതിന് ശേഷം രണ്ടും കൂടി മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ 1 കഷ്ണം സവാള, പാകത്തിന് ഉപ്പ്, 1 കപ്പ് ചിരകിയ തേങ്ങ, 1 ടീസ്പൂൺ പെരുംജീരകം എന്നിവയിട്ട് മിക്സിയിൽ തരിതരിപ്പോടെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതായിരിക്കണം കൺസിസ്റ്റൻസി. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, അതായത് വറുക്കാത്ത പത്തൽ ചുടുന്ന അരി, കുറച്ചായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ മാവ് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതായിരിക്കണം കുഴച്ചെടുക്കുമ്പോൾ വേണ്ടത്. അഥവാ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി അല്പം കയ്യിൽ എണ്ണ പുരട്ടി ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം. പൂരി പരത്തുന്നതിനേക്കാളും ഇത്തിരി കട്ടി കൂടുതലായിരിക്കണം ഇതിന് വേണ്ടത്. കണ്ടില്ലേ, ഇതാണ് തിക്നെസ്. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് മുക്കി പൊരിക്കാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ചുട്ടെടുക്കാൻ പാടുള്ളൂ. പിന്നെ എണ്ണയിൽ ഇട്ടതിന് ശേഷം ഈ കാണുന്നത് പോലെ എണ്ണ മേലെ തൂവിക്കൊടുത്താൽ പെട്ടെന്ന് പൊള്ളി വരും. ഇങ്ങനെ ഇട്ടിട്ട് പൊള്ളി വരാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ കുഴച്ചെടുത്ത മാവ് കട്ടിയായിട്ടില്ല. അപ്പോൾ വീണ്ടും അതിലേക്ക് ഇത്തിരി പത്തൽ പൊടി ഇട്ടുകൊടുത്ത് കട്ടിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിടാം. 2 ഭാഗവും അത്യാവശ്യം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ഇതുപോലെ ഓരോന്നായി ചുട്ടെടുക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല രുചിയാണ്. കറിയുടെ ഒന്നും ആവശ്യമേ ഇല്ല. കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് പൊള്ളി വരുന്നതെന്ന്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്നും കാണിച്ചു തരാം. പിന്നെ ഓരോന്നും പരത്തിയെടുക്കുന്ന സമയത്ത് അല്പം ഇങ്ങനെ എണ്ണ തടവി കൊടുത്താൽ പെട്ടെന്ന് പ്രസ് ചെയ്ത് ഇളകി വരും. ചൂടില്ലാത്ത എണ്ണയാലും മതി. ഓക്കെ, അങ്ങനെ നെയ്പ്പത്തലെല്ലാം ചുട്ടെടുത്തു കഴിഞ്ഞു. ഇനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈ നെയ്പ്പത്തലിൻ്റെ കൂടെ ബീഫ് കറി തന്നെ വേണമെന്നില്ല കേട്ടോ, നല്ല ചിക്കൻ കറി ആയാലും മതി. എന്നാലും എൻ്റെ ഫേവറേറ്റ് ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം, ലൈക്കും ചെയ്യാം. ബൈ.